ബിജെപിയുടെ രാഷ്ട്രീയ സ്വാധീനത്തിന് ഒരിളക്കവും തട്ടാത്ത മണ്ണ്. ഇതര രാഷ്ട്രീയ പാർട്ടികൾക്ക് ബാലികേറാമല. സംഘപരിവാർ രാഷ്ട്രീയ പ്രയോഗങ്ങളുടെ വർത്തമാന ഇന്ത്യൻ ലാബോറട്ടറി. ഇതെല്ലാമായിരുന്നു ഇന്നലെ വരെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ യുപിയുടെ മേൽവിലാസം. എന്നാൽ ഇന്ന് ഇതല്ല സ്ഥിതി. ബിജെപി അടങ്ങുന്ന NDA മുന്നണിയേക്കാൾ വലിയ വിജയം യുപിയിൽ ഇന്ത്യ മുന്നണി നേടിയിരിക്കുന്നു. വിവിധങ്ങളായ പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്നടക്കമുള്ള ധാരാളം പേർ യുപിയിൽ MP-മാരായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഹിന്ദുത്വയുടെ രാഷ്ട്രീയ കുതിപ്പിന് യുപിയിൽ തിരിച്ചടിയേറ്റിരിക്കുന്നു. ഇതിന്റെയെല്ലാം പിന്നിലെ സൂത്രധാരൻ ഒറ്റയാളാണ്. സംഘപരിവാർ രാഷ്ട്രീയവുമായി ചരിത്രത്തിൽ ഒരിക്കലും സന്ധി ചെയ്തിട്ടില്ലാത്ത സമാജ്വാദി പാർട്ടിയുടെ സ്ഥാപകൻ മുലായം സിംഗ് യാദവിന്റെ മകൻ അഖിലേഷ് യാദവ്. ഉത്തർപ്രദേശ് ആര് നേടും എന്നത് ആശ്രയിച്ചാണ് രാജ്യത്തിന്റെ ഭരണമെന്ന് എപ്പോഴും പറയാറുണ്ട്. അധികാരത്തിലെത്തിയ കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും ബിജെപിയുടെ ഏറ്റവും വലിയ കരുത്ത് യുപിയിലെ വമ്പൻ വിജയമായിരുന്നു. ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള യുപിയിൽ കഴിഞ്ഞ തവണ 80-ൽ 62 സീറ്റും നേടിയ ബിജെപി ഇത്തവണ നേടിയത് 36 സീറ്റുകൾ മാത്രമാണ്. ഇന്ത്യ സഖ്യമാകട്ടെ 43 സീറ്റുകൾ പിടിച്ചെടുത്തു. ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞൻ എന്ന നിലയിൽ അഖിലേഷ് യാദവ് പൂർണ്ണാർത്ഥത്തിൽ ഉയർന്നുവന്ന തെരഞ്ഞെടുപ്പാണിത്. പരമ്പരാഗതമായ സമവാക്യങ്ങളെയെല്ലാം പൊളിച്ച് പുതിയ സമവാക്യങ്ങൾ പരീക്ഷിക്കാനുള്ള അഖിലേഷിന്റെ തീരുമാനം വിജയം കണ്ടു. യുപിയിലെ മോദി യോഗി ദ്വയങ്ങളോട് പോരാടാൻ ഇന്ത്യ മുന്നണിയെയും സമുദായങ്ങളെയും അഖിലേഷ് യാദവ് ചേർത്ത് നിർത്തി. ഈ നീക്കമാണ് ബിജെപിയുടെ സംഘടനാ ശരീരത്തെ ആഴത്തിൽ മുറിവേൽപ്പിച്ചത്. ബിജെപിയെ സംബന്ധിച്ച് അടുത്തെങ്ങും കരകയറാനാവാത്ത വിധം കിട്ടിയ പ്രഹരമാണ് ഫൈസാബാദിലെ പരാജയവും യുപിയിൽ പിന്നോക്കം പോയതും. മുലായം സിംഗ് യാദവിന്റെ കാലത്ത് മുതലുള്ള മുസ്ലിം യാദവ് പാർട്ടി എന്ന ലേബൽ ബോധപൂർവം പുനരാവിഷ്കരിച്ചാണ് അഖിലേഷ് തന്റെ യുപി മിഷൻ ആരംഭിച്ചത്. മുസ്ലിം യാദവ നേതാക്കളെ കൂടുതലായി സ്ഥാനാർത്ഥിത്വത്തിലേക്ക് പരിഗണിക്കുന്ന പരമ്പരാഗത രീതി അഖിലേഷ് മാറ്റിപ്പിടിച്ചു. യാദവ ഇതര പിന്നോക്ക ജാതി വിഭാഗങ്ങൾക്ക് സീറ്റ് വിതരണത്തിൽ പരമാവധി പ്രാതിനിധ്യം നൽകി. അയോധ്യ ഉൾപ്പെട്ട ഫൈസാബാദിൽ പോലും ബിജെപിക്ക് കനത്ത തിരിച്ചടി നേരിട്ടത് ഈ തന്ത്രത്തിന് അത്രമേൽ മൂർച്ചയുള്ളതിനാലായിരുന്നു. ജനറൽ മണ്ഡലമായ ഫൈസാബാദിൽ SP-യുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് ദളിത് വിഭാഗത്തിൽ നിന്നുള്ള അവതേഷ് പ്രസാദ് ആയിരുന്നു. 26 സീറ്റുകളാണ് യാദവ ഇതര പിന്നോക്ക സമുദായങ്ങൾക്ക് സമാജ്വാദി പാർട്ടി ഇത്തവണ നൽകിയത്. 17 സംവരണ സീറ്റുകളിലും ഇത്തവണ വളരെ സൂക്ഷ്മതയോടെയാണ് SP സീറ്റ് വിതരണം പൂർത്തിയാക്കിയത്. BSP-യുമായി ചേർന്ന് നിൽക്കുന്ന ജാദവ വിഭാഗത്തെ പോലെ തന്നെ ജാദവ ഇതര വിഭാഗത്തെയും സംവരണ സീറ്റുകളിൽ സ്ഥാനാർത്ഥികളായി പരിഗണിക്കുന്നതിൽ സമാജ്വാദി പാർട്ടി ജാഗ്രത കാണിച്ചിരുന്നു. പിന്നാക്ക ദളിത് വിഭാഗങ്ങൾ SP-ക്കൊപ്പം നിൽക്കുമെന്ന് അഖിലേഷ് ഉറച്ചു വിശ്വസിച്ചിരുന്നു. അഖിലേഷിന്റെ ഈ നീക്കം തന്നെയാണ് ബിജെപിയുടെ അടിവേരിളക്കിയത്. രാമക്ഷേത്രവും ഹിന്ദുത്വ അജണ്ടകളും ക്ലച്ച് പിടിക്കാത്ത നിലയിലേക്ക് യുപിയിലെ തെരഞ്ഞെടുപ്പ് ഗോത ഒരുക്കിയ അഖിലേഷ് മാജിക് രാജ്യത്തെ BJP ഇതര പ്രതിപക്ഷ സഖ്യത്തിന് പുതിയ ദിശാബോധം നൽകുമെന്ന് ഉറപ്പാണ്.